ഹായ് ഹലോ. ഇന്ന് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ തന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറ്റിയ ഒരു സ്കാമിനെ കുറിച്ചും എനിക്കൊരു അബദ്ധത്തെക്കുറിച്ചും ഒക്കെ പറയാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ വിഷമവും ഉണ്ട്, എന്നാലോട്ടോ എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഇനി ആർക്കും പറ്റരുത്. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്ത് തന്നെ കാണുക. കാരണം എന്നെപ്പോലെ ഒരുപാട് നിരപരാധികൾ ഇതിൽ ചെന്ന് ഇടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം ഇത് ഷെയർ ചെയ്യണേ. അപ്പം അതായത് ഞാൻ ഇൻസ്റ്റയിലാണ് ഞാനിത് കാണുന്നത്, ഓൺലൈൻ ജോബിനെ കുറിച്ച്. ഒരു ഓൺലൈൻ ജോബ് കുറേ ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയാലും അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഓൺലൈൻ ജോബ് എറണാകുളത്ത് 40 വേക്കൻസി ഉണ്ട്. പിന്നെ ഓൺലൈനായിട്ടാണ് ജോബ്, നിങ്ങളുടെ ഫ്രീ ടൈമിൽ വർക്ക് ചെയ്യാം, 30,000 രൂപ വരെ ഏൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പം ഇത് എന്താ സത്യാവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ ഹായ് ഇട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പം ഞാൻ ആ കുട്ടിയുടെ പേര് പറയുന്നില്ല. അപ്പം ഞാൻ ആ കുട്ടിയുടെ വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഹായ് അയച്ചു ഇതിനെക്കുറിച്ച് എൻക്വയറി നടത്താൻ വേണ്ടിയിട്ട്. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ചോദിച്ചു, ഇതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ വേണ്ട, ഇത് ഫ്രീ ആണ്, നമ്മൾ ആഡ് വർക്കാണ്, വീട്ടിലിരുന്ന് 3 അവർ 2 അവറൊക്കെ ചെയ്താൽ മതി, നിങ്ങൾക്ക് 30,000 രൂപ വരെ സമ്പാദിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നമ്മളെ കൺവിൻസ് ചെയ്യാൻ തുടങ്ങി. കാരണം എനിക്ക് 3 കുട്ടികളാണ്. അപ്പം അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എനിക്ക് പുറത്ത് ജോബിന് പോകാൻ പറ്റത്തില്ല. അപ്പം പിന്നെ അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം വെറുതെ ഇരുന്ന് ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നും പറഞ്ഞ്, അതുപോലെ നമുക്കൊരു സ്വന്തമായിട്ടൊരു വരുമാനം ഏതൊരു വീട്ടമ്മമാരുടെ ആഗ്രഹമല്ലേ. അപ്പം നമുക്കൊരു ഇങ്ങനെ വെറുതെ ഇത് സമയം കളഞ്ഞ് നമ്മുടെ ജീവിതവും പോകത്തില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇതിനകത്ത് ചെല്ലുന്നത്, വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ മുമ്പ് ഈ കുട്ടി ഇങ്ങനെ എന്നെ കൺവിൻസ് ചെയ്തു. അപ്പോൾ പിന്നെ ഇങ്ങനെ ആഡ് വർക്കാണ്, ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ സോഷ്യൽ മീഡിയ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവർക്ക് ഈസിയാണ് വർക്ക്. ഒരു മാസം കൊണ്ട് തന്നെ വർക്ക് ചെയ്ത് നമുക്ക് 30,000 40,000 ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ കുറെ പിക്ചേഴ്സ് ഇട്ടു, അത് കുറെ പിന്നെ ഏൺ ചെയ്തവരുടെ പിക്ചേഴ്സ് ഇട്ട് തന്നു. അപ്പം ഞാൻ അതൊക്കെ കണ്ടിട്ട് പിന്നെ നമുക്ക് ഇത് കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ കൂടുമല്ലോ, വീണ്ടും ഇത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോഴാണെങ്കിൽ പറഞ്ഞു അത് പിന്നെ ഇത് ഇന്നൊരു മീറ്റ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു, ലൈവ് സെക്ഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ലൈവ് സെക്ഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് മീറ്റ് 8 മണിക്കാണെന്ന് പറഞ്ഞു. പക്ഷെ ആദ്യത്തെ ദിവസങ്ങളിൽ എനിക്ക് മീറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം നൊയമ്പായിരുന്നു. അപ്പം നൊയമ്പായതുകൊണ്ട് മീറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നപ്പം പിന്നെ ഞാനാണെങ്കിൽ ഞാൻ ഇന്ന് അറ്റൻഡ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടി നിരന്തരം അപ്പം നമ്മളെ വിളിച്ചോണ്ട് രാവിലെ ഗുഡ് മോർണിംഗ്, ഫുഡ് കഴിച്ചോ, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചോ, രാത്രി ഫുഡ് കഴിച്ചോ, എവിടെ ആയിരുന്നു, പിന്നെ ഭയങ്കര നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഓഹോ ഇത് നല്ല സ്നേഹമുള്ള കുട്ടിയാണല്ലോ, നമ്മൾ ഇച്ചിരി ബുദ്ധി കുറവുള്ളവർ ചിന്തിക്കുമല്ലോ. അപ്പം ആ ഒരു ബുദ്ധി കുറവുള്ള കൂട്ടത്തിലാണ് ഞാനും. അപ്പം ഞാനും വിചാരിച്ചു ഓഹോ ആ കൊച്ചിപ്പം എന്നെ രക്ഷപ്പെടുത്താൻ വന്ന മാലാഖയായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനും തിരിച്ച് ആ കഴിച്ചു മോളെ എങ്ങനെയുണ്ട്, അപ്പം ആ കുട്ടിക്ക് കുഞ്ഞു കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അന്വേഷണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. അത് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ഫസ്റ്റ് മീറ്റ് ഞാൻ പിന്നെ അങ്ങനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരിതിനകത്ത് എപ്പോഴും ഇവർ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നില്ല. അത് ഇങ്ങനെയാണ്, നമ്മളെ ആരും പിന്നെ ഇതിനകത്തോട്ട് പുഷ് ചെയ്ത് കൊണ്ടുവരത്തില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. കുറേ സ്ത്രീകളുണ്ട്, അവരുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളത് വീണ് പോകും. അതായത് പിന്നെ അങ്ങ് മീറ്റാണ്, കുറേയൊക്കെ റെക്കോർഡിംഗ് സെക്ഷനാണ് ഇവർ ഇടുന്നത്, എന്നിട്ട് ചുമ്മാ ലൈവ് സെക്ഷൻ എന്ന് പറയുന്നതാണ്. ഇവര് ഉടായ്പാണ് കേട്ടോ, ഫുൾ ഉടായ്പാണ് മീറ്റൊക്കെ. അപ്പം 5 വിരലിൽ 10 വിരലിൽ ഞാനിപ്പോൾ മോതിരം വാങ്ങിയിട്ടു, കാറ് വാങ്ങിയിട്ടു, പിന്നെ ഇവിടെ അവർ ഈ കമ്പനി തന്നെ ടൂറ് കൊണ്ടുപോകുന്നുണ്ട്, അങ്ങനെയാണ് കാറ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരുപാട് എനിക്ക് അത്രയും കിട്ടി ഇത്രയും കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് കുറേ അവർ നമ്മളെ ഇത് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ സംഭവങ്ങൾ ഇട്ട് തന്നിട്ട് മീറ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ ഇവർ പറയും ഇപ്പം 50 പേര് വന്നിട്ടുണ്ട്, ഈ 50 പേരിൽ 10 പേരെ മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇത് അറിഞ്ഞിട്ട് വേണം പിന്നെ അതായത് നമ്മൾ ഇത് കണ്ടിട്ട് ഇവർക്ക് റിവ്യൂ കൊടുക്കണം. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ പറഞ്ഞ് നമ്മുടെ ആ ഒരു ഇത് കേട്ട് കഴിഞ്ഞിട്ട് വേണം നമ്മളെ ഇത് അറ്റൻഡ് ചെയ്യണം. ഇവരങ്ങനെ ഒരു 4 മീറ്റ് ഇട്ട്, ഈ 4 മീറ്റും എൻ്റെ പിള്ളേരെ പോലും ഞാൻ പുറത്ത് നിർത്തിയിട്ട് കഷ്ടപ്പെട്ട് പോയിരുന്ന് കേട്ട് റിവ്യൂ ഒക്കെ നോട്ട്ബുക്കിൽ നമ്മൾ പഠിക്കുമ്പോൾ പോലും ചെയ്തിട്ടില്ല.
ചെയ്തില്ല. എന്നിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയേനെ. അപ്പൊ പഠിക്കുമ്പോൾ പോലും ചെയ്യാതെ ഞാൻ ബുക്കൊക്കെ എടുത്ത് നോട്ടൊക്കെ എഴുതി അതൊക്കെ നോട്ട് ആ കൊച്ചിന് വീഡിയോ ആയിട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ കൊടുത്ത് അന്നേരം കൊച്ചു ഇത് കേൾക്കുന്ന പോലും ഇല്ല. അതിന് പിന്നെ കൊച്ചു എനിക്ക് ആ പിന്നെ ഒരു നല്ല ഗുഡെന്നുള്ള ഇതൊക്കെ തന്നു. അതൊക്കെ തന്നു ഗുഡെന്നൊക്കെ ഉള്ള അതൊക്കെ തന്നു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഞാനങ്ങ് പാസ്സായി, ഭയങ്കര ഇതായി, ഞാനിപ്പോൾ സമ്പാദിക്കുന്നത്, ഇപ്പം എനിക്ക് പുറത്ത് പോവാം, എല്ലാവരുടെ മുമ്പിൽ നല്ല ഞെളിഞ്ഞ് നിൽക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ എൻ്റെ സ്വപ്നങ്ങൾക്ക് അങ്ങേ അറ്റമായിരുന്നു. സ്വപ്നങ്ങളൊക്കെ പിന്നെ കാണാനും തുടങ്ങി. അത് കഴിഞ്ഞ് 5ാമത്തെ മീറ്റിങ്ങിലാണ് ഇവർ പറയുന്നത് 30,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. അന്നേരം നമുക്ക് അപ്പോൾ കുറേ പേര് ബുദ്ധിയുള്ളവർ പിൻവലിഞ്ഞു പോകും, എന്നെ പോലുള്ളവർ പെട്ടുപോകും. കാരണം 30,000 രൂപ എൻ്റെ കയ്യിൽ എടുക്കാൻ പോലും ഇല്ലായിരുന്നു. ഒന്നാമത് ഞാൻ ഹസ്ബൻഡിനെ ഒളിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അന്നേരമാണ് 30,000 രൂപ ഇത് ഇടണമെന്ന് പറയുന്നത്. എന്നിട്ട് അവരതിലും നമുക്ക് മോട്ടിവേഷൻ തരുന്നുണ്ട്. 30,000 രൂപ എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് ഞാൻ ഉമ്മയുടെ അത് പണയം മേടിച്ചാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ പണയം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓരോരുത്തരും അവരുടെ ഇത് പറയും. ഞാനത് 1 മാസം കൊണ്ട് എടുത്തു, അത് കഴിഞ്ഞിട്ട് കിട്ടിയതെല്ലാം എനിക്ക് അങ്ങനെ ആയിരുന്നു, ഞാനിപ്പോൾ വീട് വെച്ചു, ഇൻഷാ അല്ലാ അങ്ങനെയൊക്കെ ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് ഇതിനകത്ത് പിൻവലിപ്പിക്കാൻ ആളുകളുണ്ടായിരുന്നു. അവരിപ്പം ചേർക്കണമെന്നും പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നെ പോലുള്ള ഒരു മന്ദബുദ്ധി എന്തായാലും വീഴും, വേറൊരു ചിന്താഗതി ഇല്ലാത്തവര്. അങ്ങനെ ഞാൻ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനിക്കും വിചാരിച്ചു 30,000 രൂപയ്ക്ക് പണയം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ. അപ്പം 1 മാസം കൊണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത മാസം കൊണ്ട് നമുക്ക് വരുമാനമല്ലയോ എന്നങ്ങ് വിചാരിച്ചു. അങ്ങനെ ഞാൻ അന്നേരം ഈ കുട്ടിയെ വിളിച്ചിട്ട് അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ അപ്പൊ ഈ കാഷിന്റെ കാര്യം അന്നേരം അതുവരെ ആ കൊച്ചി പറഞ്ഞിട്ടില്ലേ കാഷിന്റെ ഇത് ഫ്രീ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പൊ ആ പെണ്ണും പറഞ്ഞത് അതിട്ട് ഞാനാണെങ്കിൽ 30,000 രൂപയ്ക്ക് ഞാനും പണയം വെച്ചിട്ടാണ് ഇത് ഇട്ടത്. 30,000 അന്നേരം ഞാൻ 1 മാസം കൊണ്ട് ഞാൻ എടുത്തായിരുന്നു. എനിക്കിപ്പം നല്ല ഒരു മാസം തന്നെ ഞാനിപ്പം 50,000-60,000 രൂപ വരെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാനും അതിനകത്ത് വീണ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും എങ്ങനെയെങ്കിലും എനിക്കിത് ചേരണം. അല്ലാതെ ഇതിനകത്ത് ഫാസ്റ്റ് ട്രാക്ക് മീഡിയം ട്രാക്ക് എന്ന് പറയുന്നത്. മീഡിയം ട്രാക്കിന് 7,000 രൂപയാണ്. അതിനകത്ത് ചേർന്നാൽ നമ്മൾ പെട്ടെന്ന് പണക്കാരാവത്തില്ല. അപ്പൊ പിന്നെ ഈ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്ന സാധനത്തിൽ ചേർന്നാൽ മാത്രമേ നമ്മൾ പണക്കാരാവത്തുള്ളൂ. അവരങ്ങനെ പറയുന്നത്. കാരണം വെച്ചാൽ 2cc കംപ്ലീറ്റ് ചെയ്യണം. 2cc എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പോസ്റ്റും തരുന്നുണ്ട്, അസിസ്റ്റന്റ് സൂപ്പർവൈസർ. എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഇപ്പോഴും. നമ്മൾ അപ്പോഴേ അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആവും. ഞാനപ്പം വിചാരിക്കും നമ്മൾ അസിസ്റ്റന്റ് സൂപ്പർവൈസറുമായി വീട്ടിൽ ഇരുന്നുകൊണ്ട്. അപ്പൊ പിന്നെ നമ്മൾക്ക് പിന്നെ എന്തോ വേണം, ഒരു പദവിയും കിട്ടിയില്ല. എന്നിട്ട് ഞാൻ എന്നിട്ടും വിചാരിക്കുന്നു 30,000 രൂപ വെച്ചിട്ട് നമുക്ക് പിന്നെ സാധനം വരും. അത് നമ്മൾ പിന്നെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് പിറ്റേ മാസം തൊട്ട് സാലറി വരുമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ വർക്ക് ചെയ്ത് ഇടുമ്പം അപ്പൊ എന്നിട്ടാണ് ഞാനാണെങ്കിലും അസിസ്റ്റന്റ് സൂപ്പർവൈസർ അവർ സാധനം അപ്പൊ അവര് പറയുന്നുണ്ട് ഈ പിന്നെ അവരുടെ പ്രോഡക്റ്റ് വാങ്ങി നമ്മൾ എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളൊരു കോഴ്സ് പഠിക്കാൻ പോയാൽ ഇത്ര രൂപ ആവത്തില്ലേ, എന്നിട്ടല്ലേ നമ്മൾ ജോലിക്ക് കയറുന്നത്. ഇപ്പൊ എന്നിട്ട് അവരൊരു മോട്ടിവേഷൻ തരികയാണ് നമുക്ക്. ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെ കസ്റ്റമറെ കൊണ്ടുവരിക, അവര് ഫുഡ് കഴിച്ചിട്ടല്ലേ നമുക്ക് സാലറി കിട്ടുന്നത്. അതുപോലെയാണ് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങി നമ്മൾ അതിന്റെ പിന്നെ നിലവാരം നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ടാണ് ഈ 30,000 രൂപ. ഈ 30,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ നമ്മൾ ജന്മകാലം ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഞാൻ എന്തായാലും കൊണ്ടുപോയി പണയം വെച്ച് 30,000 രൂപ കൊണ്ടുവന്ന് ആ പെണ്ണിന്റെ അക്കൗണ്ടിൽ തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് അത് പിന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് പെണ്ണ് പർച്ചേസ് ചെയ്ത് നമ്മൾ ID എല്ലാം ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ പാൻ കാർഡ് വരെ അതിനകത്ത് ചെയ്യണം. അപ്പൊ എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് പ്രോഡക്റ്റ് 1 വീക്ക് എന്തോ ആയപ്പോൾ വന്നു. 1 വീക്ക് ഞാനപ്പോൾ എൻ്റെ വീട്ടിൽ പോയേക്കായിരുന്നു. അപ്പോൾ 1 വീക്കായി വന്നു. പക്ഷെ എൻ്റെ കാശ് കൊടുത്തതിന് ശേഷം പിന്നെ ആ പെണ്ണ് ഗുഡ് മോർണിംഗ് അയച്ചിട്ടില്ല, ഫുഡ് കഴിച്ചോന്നും ചോദിച്ചിട്ടില്ല, പിന്നെ ഒരിതുമില്ല. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചാൽ ആ പെണ്ണ് ഇങ്ങോട്ട് പറയും, അത്ര തന്നെ. എന്നിട്ട് ഇതിന് വന്നതിന് ശേഷം പെണ്ണ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒന്നും അനങ്ങുന്നില്ല. ഞാൻ അങ്ങനെ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു ഇതെങ്ങനെയാ വർക്ക് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഒന്നും പറഞ്ഞെടുത്തില്ല ഇവർ. എന്താ വർക്ക്, എങ്ങനെയാ വർക്ക് എന്നൊന്നും. ഞാനപ്പം ഇതെന്താ
വർക്കെന്ന് പിന്നെ ആ പെണ്ണിനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ആ പെണ്ണ് പറയുന്നത് ഇത് ഞാൻ ചെയ്യുന്നില്ലേ, അതുപോലെ നമ്മൾ ഇനി അടുത്ത ആളെ ചേർക്കണം. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞ അല്ലാതെ സാലറി അല്ലയോ? അല്ല. ഞാൻ എന്നിട്ട് ഈ പെണ്ണ് ഉടനെ വന്ന് മറുപടി, ഞാൻ ഇത്തരത്ത് ആദ്യമേ പറഞ്ഞില്ലേ ഇതൊക്കെയാണ് വർക്ക് എന്നുള്ളത് പറഞ്ഞിട്ടേ ഇല്ല, പറഞ്ഞിട്ടുമില്ല. ഇതൊക്കെയാണ് വർക്ക് എന്നുള്ളതെങ്കിൽ ഞാൻ ചേരത്തില്ലായിരുന്നു. പൈസ ആഡ് ചെയ്യണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചേരത്തില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു 30,000 രൂപ ഇത് ചെയ്യണമെന്നുള്ളത് എന്നൊക്കെ. അപ്പോഴാണെങ്കിൽ എന്തായാലും നമ്മുടെ പൈസ ഇട്ട് പോയില്ലേ. അപ്പൊ എല്ലാവരും എന്നെ പോലെ ചെയ്യുന്നവർ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. വർക്ക് ചെയ്താലും നമുക്ക് ആ പൈസ കിട്ടിയിട്ട് എങ്ങനെയെങ്കിലും നമ്മുടെ പണം എടുത്താൽ മതി എന്നുള്ള രീതിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനാണെങ്കിൽ എന്തായാലും വർക്ക് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ആ പെണ്ണിനെ അങ്ങോട്ട് വിളിച്ച് ഇതെങ്ങനെയാ വർക്ക്. പിന്നെ ആ പെണ്ണിന് ഇട്ട് കൊടുത്ത ഇതിന് മുന്നേ ഉള്ള ഈ പെണ്ണിനെ ചേർത്ത ആരോ ഇട്ട് കൊടുത്ത കുറെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെ ഇട്ട് വന്നിട്ട് ഇതിങ്ങനാണെന്നും പറഞ്ഞ് ഇട്ട് വരും. എങ്ങനെയായാലും വല്ല ചതി ഞാൻ അതെല്ലാം കണ്ടുപിടിച്ചു. അതെല്ലാം ചെയ്തിട്ടാണെങ്കിൽ പിന്നെ വർക്ക് ആരംഭിച്ചു. പിറ്റേന്ന് തൊട്ട് ഞാനും ഇതുപോലെ പരസ്യം ഇടാൻ തുടങ്ങി. എറണാകുളം പ്രവർത്തിക്കുന്ന 40 പേരെ ആവശ്യമുണ്ട്, പിന്നെ ഇത്ര വേക്കൻസി ഉണ്ട്, എന്റെ ടീമിൽ ജോയിൻ ചെയ്യാൻ ക്യാൻവ എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇത് ഡെയിലി നമ്മളെന്തുവാ നേരം എടുത്താൽ നമ്മളൊരു പണി നടക്കത്തില്ല, കൊച്ചുങ്ങളെ നോക്കത്തില്ല. കാരണം ഇതിനകത്ത് ആള് വന്നിട്ട് വേണം നമുക്ക് പണയം എടുക്കാൻ, നമുക്ക് ടെൻഷനാണ്. അപ്പൊ ഞാൻ പോയിട്ട് എന്തോ എടുത്തു വെച്ചിട്ട് നോക്കാം. വീട്ടിൽ വഴക്കുമാവും, ഹസ്ബൻഡ് വഴക്കുമാവും, പിള്ളേരെ നോക്കാത്തോണ്ട്. അവസാനം ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇത് എടുത്തു വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നമ്പർ കൂടെ അപ്പൊ നമ്മൾ വേറൊരു നമ്പർ എടുക്കാൻ പറയും. നമ്മുടെ പേഴ്സണൽ നമ്പർ അല്ല കൊടുക്കാൻ പറയുന്നത്, അതിലും നമ്മുടെ ക്യാഷ്. അപ്പൊ ആ പേഴ്സണൽ നമ്പർ നമ്പർ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആ നമ്പറാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് കുറെ ഞരമ്പ് രോഗികൾ വരും, നമ്മൾ അവരെ ഇതാക്കണം. നമുക്ക് ശല്യമാണ് ഇത് കേട്ടോ, ആരും ചെന്ന് ചേരരുത്. നമുക്ക് ആ ഞരമ്പ് രോഗികൾ വരും, പിന്നെ കുറെ പേര് വരും. നമ്മൾ ഹായ് ഹലോ നമ്മൾ ഇതാന്ന് അറിയുമ്പോൾ അവര് പോകാൻ അനങ്ങത്ത് പോലുമില്ല, ആരും വരത്തില്ല ഉള്ള കാര്യം പറയല്ലോ. പിന്നെ ചിലര് വരുമ്പോൾ എനിക്ക് അതൊരു നല്ല മാർഗമായിട്ട് തോന്നിയില്ല. നാളെ നമ്മൾ എന്തായാലും പടച്ചവന്റെ മുന്നിൽ നമ്മളിത് സമാധാനം പറയേണ്ട ഒരു കേസ്. എനിക്കതുകൊണ്ട് ഇവര് പറയുന്ന ഹലാലായ രീതി എന്നാണ്. ഇതാണോ ഹലാലായ രീതി? എനിക്ക് ഹലാലായ രീതിയായിട്ട് തോന്നിയിട്ടില്ല. ഞാനപ്പം വരുന്നവരുടെ അടുത്ത് ഞാൻ പറയുമായിരുന്നു ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യണം, പൈസ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ്. എന്നിട്ട് എനിക്ക് ആരും വരാതായി. അപ്പൊ ഞാൻ ഈ പെണ്ണിനെ വിളിച്ച് പറഞ്ഞു ഞാൻ നിർത്തുകയാണ്, ഇതിനകത്തൊന്നും ആരും വരുന്നില്ല, ഇത് പറ്റിപ്പാണെന്ന്. നമ്മൾ അത് എങ്ങനെ ഇത് കൺവിൻസ് ചെയ്യുന്നതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അത് ഞാനിങ്ങനെ എമൗണ്ട് ഒക്കെ ഇങ്ങനെ പറയും. അത് പറയരുത്. അങ്ങനെ അവര് ലാസ്റ്റ് ചോദിക്കുമ്പോൾ അവര് പറയും പൈസ ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ എന്ന് നമ്മുടെ ചോദിക്കുമെങ്കിൽ നമ്മൾ പറയണം ഞങ്ങളും ഇങ്ങനെ തന്നെ വന്നേന്നുള്ളത്. കാരണം ഇവർക്ക് ട്രെയിനിങ് കിട്ടി വരുവാണ്. ആളെ ചേർക്കുക, അതായത് മണി ചെയിനാണ് ഇത്. നമുക്ക് കിട്ടുന്ന ഒരു സാധനം വീണ്ടും പോവുക, ആളെ ചേർക്കുക, പാവത്തുങ്ങളുടെ പൈസ. ഇത് ചിലപ്പം ആളെ ചേർക്കാൻ കഴിവില്ലാത്തവർ കാണും, അവരുടെ പൈസ പോകും. അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസം ആയില്ല. ഞാൻ എന്തായാലും അങ്ങ് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. എനിക്ക് തന്നെ ഒരു മനസ്സിലാത്തൊരു ഞാൻ എങ്ങനെയെങ്കിലും ആ പണം എടുക്കാം, പക്ഷെ എന്നാലും എനിക്ക് ആളെ ചേർത്ത് അവരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അവരാണെങ്കിലും ചിന്തിക്കത്തില്ല. ഇപ്പൊ ഞാനിരുന്ന് ചിന്തിക്കുന്ന ആണൊക്കെ ചിന്തിക്കത്തില്ല, പെണ്ണ് എന്റെ പൈസ കൊണ്ട് പോയല്ലോ, വല്ലാത്തൊരു അബദ്ധമായി പോയി, പിശന്ന് പെട്ടല്ലോ എന്നുള്ളത് ആലോചിക്കും. നമുക്ക് അതിന്റെ പാപം കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ മക്കളിലേക്ക് അത് കിട്ടുകയാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടത് നിർത്തി. അങ്ങനെ ലാസ്റ്റ് ഒരു ഇത്ത എൻ്റെ അടുത്ത് വന്നായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞു ഇത്ത വേണ്ട, പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ട, ഇതുപോലെ എന്നെ പോയി ഞാൻ പിന്നെ എനിക്ക് അത് എടുക്കാം എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. ഞാൻ ഇതുവരെ ആരും ചേർത്തിട്ടില്ല, എന്തായാലും ഞാൻ നിർത്തുകയാണ്, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈ ജോലി എനിക്ക് പറ്റത്തില്ല ഇത്ത, അതുകൊണ്ട് ഇത്ത ഇതിന് ഇതുപോലെ കാണുമ്പം ഇതുപോലത്തെ ഇത് വരുവാണെങ്കിൽ ഒരിക്കലും അതിനകത്ത് പോവരുതേ, അതിനകത്ത് ചെന്ന് പെടല്ലേ, ഇത് അവരുടെ സ്കാം ആണെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാം ആണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പ്രോഡക്റ്റ് കാണിക്കാം. നമുക്ക് ഇത് കമ്പനി ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഫോറവർ ആണ് ഇതിന്റെ ഫോറവർ മാത്രമല്ല, ഇത് ഒരുപാട് ഇതുകൊണ്ടത്തെ കമ്പനികളുണ്ട്. അതുകൊണ്ട് ആരും പോയി ചെന്ന് പെടരുത്. ഇത് എല്ലാവർക്കും വായടിച്ച് വീഴ്ത്താനുള്ള കഴിവ് എല്ലാവർക്കും കാണത്തില്ല. അപ്പം പാവത്തുകളായിരിക്കും ഏറ്റവും കൂടുതൽ പോയി പെടുന്നത്. അതായത് സ്വന്തമായിട്ട് ഒരു ജോലി ഇതുമൊക്കെ ലക്ഷ്യം വെച്ച് നടക്കുന്നവരോ വീട്ടമ്മമാർ എങ്ങനെയും രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്ന വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ പോയി പെടുന്നത്. അതുകൊണ്ട് ആരും പോയി ചെന്ന് പെടരുത്. ഇത് ഫോറവർ ആണ്. ബാക്കിയുള്ള കമ്പനികളിൽ ഇത്ര റേറ്റ് ഇല്ലെന്ന് തോന്നുന്നു. ഇത് ഭയങ്കര റേറ്റാണ്. ഭയങ്കര റേറ്റ് എന്ന് പറഞ്ഞാൽ കൊള്ള റേറ്റാണ്. അപ്പൊ എനിക്ക് വന്ന ആ പെട്ടി ഞാനൊന്ന് അൺബോക്സ് ചെയ്യാം. ഞാൻ ചെയ്തു കഴിഞ്ഞതാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ കാണിക്കാം ഫോറവറിന്റെ എന്തെല്ലാം സാധനങ്ങളാണ്